കനക കനകാടേ ആ നിന്നെ പേടിച്ചിട്ടായിരിക്കും അവന്റെ പെട്ടെന്ന് വരാൻ പറ 24 മണിക്കൂറും ബാത്റൂം ഹലോ ഹലോ ആ പത്രം എടു. ഒരാളെ വായിക്കുന്നുണ്ടല്ലേ? ഇത് വായനശാലയൊന്നും അല്ല, ഇവിടെ വന്നിരുന്ന് പത്രം വായിക്കാൻ. ഇത് എൻ്റെ അളിയനും ഞാനും കൂടെ വരുത്തുന്ന പത്രം. അളിയൻ വായിച്ച് കഴിഞ്ഞു. ഇതിപ്പോ ഇനി എനിക്ക് വായിക്കാനുള്ള സമയമാണിത്. അതിനാണ് പത്രം ഇവിടെ വെച്ചിരുന്നത്. സമയം വായിക്കാൻ മന്ത്രിയാ? ഞാൻ രാജാവ്, ഇവിടുത്തെ രാജാവാ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ വായിക്കും. രാവിലെ കോമഡി അടിയല്ലേ, കൂടുതൽ വർത്താനം വേണ്ട. നീ കളിക്കാതെ പത്രം എടുക്കണം. ഒരാൾ വായിക്കുന്നുണ്ട്, മാനേഴ്സ് കാണിക്കും. പിന്നെ നീ വെറും ഒരു ലൈൻമാനാണ്. ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. ഡേ പോടേന്ന് എന്നെ വിളിച്ച് കളിക്കണ്ട. ഭയങ്കര പൊതുപ്രവർത്തകൻ. ഒന്ന് പോടെ. ഞാൻ കൂടുതൽ വർത്താനം പറ. പത്രം ലൈൻമാൻ എന്താ കുഴപ്പം? ലൈൻമാനുള്ള കുഴപ്പമൊക്കെ കളിക്കാതെ പത്രം എടുക്കാൻ. അത് പിന്നത്തെ കാര്യം. ഇരുട്ടത്ത് കിടക്കണോ വെട്ടത്ത് കിടക്കണോ നമ്മൾ തീരുമാനിച്ചോളാം കേട്ടോ. ഈ പൊതുപ്രവർത്തനം മറ്റുള്ളവരെ ഉപദ്രവിക്കാണ് നിന്റെ പരിപാടി. അതെ കൂടുതൽ വർത്താനം വേണ്ട. ഞാൻ ഇപ്പൊ ചോദിച്ചത് എന്റെ പത്രം ഇങ്ങനെ തരാൻ. നിന്റെ പത്രം നീ പത്രത്തിന്റെ മുതലാളിയാ? എടാ ഞാൻ പത്രത്തിന്റെ മുതലാളിയെ അത് നീ അറിയേണ്ട കാര്യം. ഇത് എന്റെ വീട്ടിൽ വരുന്ന പത്രം, എന്റെ വീട്ടിൽ കിടക്കണ പത്രം. ഹലോ കൂടുതൽ അങ്ങോട്ട് കയറി കളിക്കണ്ട. ഞങ്ങൾ അളിയന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാക്കിയാണ് ജീവിക്കുന്നത്. അതിൽ ആവശ്യമില്ല. എന്റെ കൂട്ടുകാരുടെ പത്രമാണ്. ചിലപ്പോ എന്റെ കൂട്ടുകാരുടെ ഷർട്ട് ഇടും, ഞാൻ അവന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കും, ചിലപ്പോ അവന്റെ വീട്ടിൽ കയറി കിടക്കും. നീ ആരോട് ചോദിക്കാൻ? അത് നീ കൂട്ടുകാരോട് കളിക്കുന്നതാടാ നീ. അറിയാം പത്രം. നീ സംസാരമുണ്ടല്ലോ. ഒരു മണിക്കൂർ വേണ്ട. നീ ഒരു ഫോൺ കോൾ വിളിച്ച് പാലായിൽ അന്വേഷിക്കണം. നീ പാലാന്ന് ടൗൺ ഉണ്ട്, അവിടെ വിളിച്ച് അന്വേഷിക്കും. അടിച്ച് പറഞ്ഞു വിട്ടാ നിന്നെ ഇവിടെ അമ്പത്തിക്കാരോ തോന്നിയാസം കാണിക്കരുത്. കളിക്കുന്നടാ നീ. ഇന്ന് ഉറങ്ങിക്കോ, പക്ഷെ നീ നാളെ ഉറങ്ങൂല കേട്ടാ. ഞാൻ ഉറങ്ങിരിക്കാം, നീ വന്ന് വീശിത്തായിരിക്കും. നീ എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല കേട്ടാ. കൊണ്ട് തിളക്കാത്ത അവന്റെ വരാൻ പറയാം. ഇങ്ങനെ സംസ്കാരമില്ലാത്തവന്മാരുടെ കൂട്ടുകാരന്മാർ. എന്താ കണ്ടില്ലേ കാണിച്ചിട്ടേക്കണേ? ഒരു വീട്ടിൽ കയറി ഇങ്ങനെയാണ് പെരുമാറാനുള്ളത്. എന്നെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയതാ. ഞാൻ എന്ത് കാട്ടി? ഞാന് പത്രം ചോദിച്ചതാണ് മര്യാദയായിട്ട്. പത്രം കഴിഞ്ഞ് താന്ന് ചോദിച്ചതാണ്. ഇവരെന്തോ തലയ്ക്ക് കുഴപ്പമുണ്ട്. അവര് പോയി കഴിഞ്ഞിട്ട് പത്രം വായിക്കാൻ പാടില്ല. എന്തിനിങ്ങനെ തല്ലു പിടിക്കണേ? അവനെ വന്നിവിടെ കാല് കുത്തിയ പോലെ എനിക്ക്. അത്ര ദേഷ്യം? പ്രത്യേക ടൈപ്പാണ്. എന്താ പറ്റിയെന്താ ഇപ്പൊ അവിടെ? കുംഭം ഒരു കാര്യം പറഞ്ഞേക്ക. ഇങ്ങനെ സംസ്കാരമില്ലാത്തവരെ വിളിച്ചോണ്ട് നീ വീട്ടിൽ വന്നേക്കരുത്. മറുപടി ഹെൽമെറ്റ് എടുത്തോണ്ടാ പോയി. ഇനിയിപ്പോ ഞാൻ എങ്ങനെ പോകുന്നുള്ളതാണ്. എന്നെ വിളിക്കാൻ വന്നതാണ്. ഇത് എന്റെ ഏത് കൂട്ടുകാരെ പറഞ്ഞാലും അവരോട് ഉടക്കണല്ലേ. ഞാൻ പോരാ. ചെടിച്ചട്ടിയൊക്കെ പൊട്ടിച്ച് എന്തെങ്കിലും ആവട്ടെ. എനിക്കൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നടത്തിക്കൊണ്ട് പോട്ടെ. ഞാൻ ഇനിയിപ്പോൾ എന്തോ ചെയ്യാനാ? നാട്ടുകാർ കേൾക്കുന്നുള്ള വിചാരം വേണ്ടേ? നാട്ടുകാരെ അവന് എത്ര ബോധമുണ്ട്. അവൻ വേറെ അന്യ വീട്ടിലാണ് വന്നതെന്നുള്ള ബോധം അവന് പറഞ്ഞത്. അത് അന്യൊരുത്തൻ. നിങ്ങൾ അവരോട് അതേപോലെ കിടന്നിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ
അന്യടുത്തല്ല, ഞാൻ പറഞ്ഞില്ലേ യവന്റെ കൂട്ടുകെട്ട് ശരിയല്ല. ഈ വരണന്മാരെ എല്ലാം കച്ചറയാണ്. എനിക്ക് പണ്ടേ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ അറിയാം എന്റെ ആളിയെ നല്ലതാണെന്ന്. എനിക്ക് ഇതാണ് സംശയം. ഈ കനകന്റെ ആര് വന്നാലും നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലല്ലോ. എന്തോ ഫാസിൽ വന്ന്, അമ്പിളിക്കുട്ടൻ ചേട്ടൻ വന്ന്, എല്ലാവരോടും നിങ്ങൾക്ക് ഇടിയാണല്ലോ. അപ്പൊ എന്റെ കുഴപ്പമാണെന്നാണ് നീ പറയണത്? നിങ്ങളുടെ കുഴപ്പമില്ല. നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ പത്രം തിന്ന് അല്ല, തീർക്കും. ഞാൻ വളരെ സൗമ്യമായിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ അവൻ എന്നെ എടാ പോടെ, അങ്ങനെ ആ സംസ്കാരം അവന്റെ വീട്ടിൽ കാണിച്ചാൽ മതി, ഇവിടെ കാണിക്കേണ്ടത്. നമ്മൾ അങ്ങനെ വളർന്നവരല്ല. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? എന്തുണ്ടായി കണ്ടില്ല? എന്തുണ്ടായി? അത് തന്നെയാ പറഞ്ഞു. അവന്റെ തനിക്കുണം കാണിച്ചാ കണ്ട? എന്തിനാ നീ മറ്റുള്ളവരുടെ തനിക്കുണം കാണിക്കാൻ പോണത്? തങ്ക, നീ എന്നെ രാവിലെ എന്റെ അടുത്ത് നീ പോയെ. ചുമ്മാ നേരം വെളുക്ക് ഈ പെരക്കാത്തിരിക്കാൻ പറഞ്ഞ ഈ മനുഷ്യൻ കൊത്തി 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 പുറത്തോട്ട് അങ്ങോട്ട് പോകും, ഒരു കാര്യമില്ലാതെ. അവൻ ഇവിടെ കാല് വെച്ച അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇനി അവനെ നോക്കി വെച്ചേക്കണം. കാല് വെച്ച അന്ന് എന്താ ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ലല്ലോ. തിന്നാൻ നോക്കണ്ട, ഉടുക്കാൻ നോക്കണ്ട, ഒന്നും നോക്കണ്ട, എല്ലാം ഞാൻ കൊണ്ടെത്തി തന്നില്ലേ. അപ്പൊ ഇച്ചിരി സമാധാനം തരാൻ പറ്റുമോ നിങ്ങൾക്ക്? അതെ, നീ കൂടുതൽ കാട് കയറി സംസാരിക്കണ്ട കേട്ടാ. ഇങ്ങനെ വീട്ടിൽ വന്ന് തോന്നിയ ദിവസം കാണിക്കണമെന്ന് എനിക്ക് നോക്കിയിരിക്കാനൊന്നും പറ്റൂല. കലി വരണ്ട എനിക്ക്. മനുഷ്യൻ അടുക്കള എന്തോ വന്ന് വീഴുന്നോർത്ത് ഒരുത്ത വീട്ടിൽ വന്ന് തോന്നിയ ദിവസം കാണിക്കുമ്പോ ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കാനൊന്നും ഞങ്ങളെ പാലായിലെ സംസ്കാരം അതൊന്നും അല്ല. എനിക്കിവിടെ ചെവി കേൾക്കാം. ചെവി പൊട്ടിയിട്ടൊന്നുമില്ല. എത്ര ഒച്ചത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. നീ കേൾക്കാൻ തന്നെ പറയണേടി. എന്റെ പഴയ രീതിയാണെങ്കിൽ ഉണ്ടല്ലോ, വെട്ടൊന്ന് മുറി 2. ആ വന്നവര് അങ്ങനെ തന്നെ ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ വെട്ടാൻ നിങ്ങൾ ഉണ്ടാവൂല. അന്നേരം തങ്കം എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. അയ്യോ, ചങ്കത്തിനെ വിളിച്ചാലും മതി ഒരു ചങ്കം.